ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ക്രിയേറ്റർ എൻക്ലേവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് എമു എന്ന പക്ഷിയെക്കുറിച്ചാണ്. അതിമനോഹരമായ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു വിദേശ പക്ഷിയാണ് എമു. പറക്കാൻ കഴിയാത്ത പക്ഷികളിൽ രണ്ടാമതായ വലിപ്പവും അതിശക്തമായ കാലുകളും പ്രത്യേക ഭക്ഷണ രീതികളുമുള്ള ഈ എമു പക്ഷിയെക്കുറിച്ച് നമുക്ക് വിശദമായി അറിയാം. എമു പക്ഷി ഓസ്ട്രേലിയയിലാണ് പ്രധാനമായും കണ്ടുവരുന്നത്. ഇവയുടെ ശാസ്ത്രീയ നാമം ഡോമിയസ് നോവിഹോലൻഡി എന്നാണ്. ഓസ്ട്രേലിയയുടെ ഉണങ്ങിയ ഗ്രാസ് ലാൻഡുകൾ, മരുഭൂമികൾ, വെള്ളം കുറവുള്ള പ്രദേശങ്ങൾ എന്നിവയാണ് ഇവയുടെ പ്രധാന താൽപര്യദേശം. എമുവിൻ്റെ ശരീരം വളരെ വലുതാണ്. ഏകദേശം 5 മുതൽ 6.2 അടി വരെ ഉയരമുണ്ടാകും. അതായത് ഏതാണ്ട് 1.5 മീറ്റർ മുതൽ 1.9 മീറ്റർ വരെ. ഇവയ്ക്ക് ഏതാണ്ട് 30 മുതൽ 60 കിലോ വരെ ഭാരമുണ്ടാകും. എമുവിൻ്റെ പ്രധാന സവിശേഷത എന്താണെന്ന് വെച്ചാൽ ഇവയ്ക്ക് പറക്കാൻ കഴിയില്ല. എന്നാൽ ഇരുകാലുകളും വളരെ ശക്തവും നീളമുള്ളവയുമാണ്. അതുകൊണ്ട് തന്നെ ഇവർ ഓട്ടത്തിൽ മികവുറ്റവരാണ്. വേഗത്തിൽ മണിക്കൂറിൽ 50 കിലോമീറ്റർ വരെ ഓടാൻ ഇവയ്ക്ക് കഴിയും. ഇവയുടെ കഴുത്ത് നീളമുള്ളതും തൊലി നീല നിറമുള്ളതുമായിരിക്കും. ഇവയ്ക്ക് കട്ടിയുള്ള തൂവലുകളാണുള്ളത്. ഇത് ഇവയെ സൂര്യപ്രകാശത്തിൽ നിന്നുള്ള ഉഷ്ണം കുറയ്ക്കാൻ സഹായിക്കും. ഒംനിവോറസ് ആയ ഇവ എല്ലാ തരം ഭക്ഷണങ്ങളും കഴിക്കും. പച്ചിലകൾ, കൃഷിവിളകൾ, ചെറിയ കീടങ്ങൾ, ചെറിയ ജന്തുക്കൾ തുടങ്ങിയവയാണ് ഇവയുടെ പ്രധാന ഭക്ഷണം. വെള്ളം ഇവയ്ക്ക് വളരെ പ്രധാനമാണ്. കാരണം ഇവ ഒരിക്കൽ വെള്ളം കുടിച്ചാൽ അതിനുശേഷമുള്ള പല ദിവസങ്ങളിലും വീണ്ടും വെള്ളം കുടിക്കുകയില്ല. അങ്ങനെ ഇവയ്ക്ക് ദിവസങ്ങളോളം വെള്ളം കൂടാതെ ജീവിക്കാനാകും. ബ്രീഡിംഗ് സമയങ്ങളിൽ ഇവ കൂട്ടമായാണ് താമസം, അല്ലെങ്കിൽ ചെറിയ ഗ്രൂപ്പുകളിൽ ഇവ കാണപ്പെടും. നൊമാഡിക് ജീവിയാണ് എമു എന്ന് നമുക്ക് പറയാം. കാരണം ഇവ ഒരു സ്ഥലത്ത് സ്ഥിരമായി കഴിയുന്നവയല്ല. ഇവ ഭക്ഷണത്തിനായും വെള്ളത്തിനായും ഇടം മാറി സഞ്ചരിക്കും. എമുവിന് വലിയ ശത്രുക്കളൊന്നുമില്ല. പക്ഷേ ചെറുതായി ചില മൃഗങ്ങൾ ഭീഷണിയാവാറുണ്ട്. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളെ ആക്രമിക്കാനായി വരുന്ന പാമ്പുകൾ, കാട്ടുനായ്ക്കൾ എന്നിവ. ഇവയുടെ പ്രജനനകാലം സാധാരണയായി ഒക്ടോബർ മുതൽ ജനുവരി വരെയായിരിക്കും. പെണ്ണെമു മുട്ടയിടും. ഒരു സീസണിൽ ഇവ 5 മുതൽ 15 മുട്ടകൾ വരെ ഇടും. അതിനുശേഷം ആണെമുവാണ് മുഴുവൻ കാലവും മുട്ടകൾക്ക് കാവലിരിക്കുന്നത്. ഏകദേശം 8 ആഴ്ചകൾ വരെയാണ് മുട്ട വിരിയാനെടുക്കുന്ന സമയം. കുഞ്ഞുങ്ങൾ പുറത്തു വരുമ്പോൾ പിതാവ് തന്നെയാണ് കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുക. നിരവധി ആളുകൾ ഇന്ന് എമു വളർത്തൽ നടത്തിവരുന്നു. ഇവയുടെ മാംസം, ചർമ്മം, എണ്ണ തുടങ്ങിയവയെല്ലാം ബിസിനസ്സാണ്. എമു ഓയിൽ വളരെ പ്രശസ്തമാണ്. വിവിധ രോഗങ്ങൾക്ക് ഈ എണ്ണ ഉപയോഗിച്ച് വരുന്നു.
ഇവയുടെ വളർത്തൽ വളരെ എളുപ്പമാണ്. കൂടാതെ ഇവയ്ക്ക് രോഗപ്രതിരോധ ശേഷിയും വളരെ കൂടുതലാണ്. ഓസ്ട്രേലിയയുടെ ദേശീയ പക്ഷിയാണ് എമു. ഓസ്ട്രേലിയൻ കറൻസിയിൽ പോലും ഇവയുടെ ചിത്രങ്ങൾ കാണാം. ചാട്ടത്തിൽ വളരെ മിടുക്കരാണ് എമു പക്ഷികൾ. ഏകദേശം 7 അടി വരെ ചാടാൻ ഇവയ്ക്ക് കഴിയും. ഇവയെ വളർത്തുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇവയുടെ കൂടിന് ശക്തമായ ഫെൻസ് ഉണ്ടാകണം. കാരണം ഇവയുടെ ശക്തമായ കാലുകൾ കൊണ്ട് ചാടാനും ഫെൻസ് തകർക്കാനും ഇവയ്ക്ക് കഴിയും. വെള്ളം സ്ഥിരമായി ലഭ്യമാക്കണം. ഭക്ഷണം മാനദണ്ഡങ്ങളനുസരിച്ച് നൽകണം. വാക്സിനേഷൻ, രോഗപരിശോധന എന്നിവ നടത്തുന്നത് ഇവയുടെ ആരോഗ്യത്തിന് നല്ലതാണ്. പറക്കാൻ കഴിയാത്ത പക്ഷികളിൽ രണ്ടാമതായി വലുപ്പമുള്ള എമു അതിന്റെ വേഗത, സവിശേഷമായ ശബ്ദം, ദൈർഘ്യമുള്ള കഴുത്ത് തുടങ്ങിയ പ്രത്യേകതകളാൽ വളരെ ശ്രദ്ധേയമാണ്. ഇനിയും ഇത്തരത്തിലുള്ള എക്സോട്ടിക് ആനിമൽസിന്റെ വീഡിയോകൾക്കായി ക്രിയേച്ചർ എൻക്ലേവ് എന്ന ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യൂ.